ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 19-ാം അധ്യായമാണ്, എക്സോഡസ് ചാപ്റ്റർ 19. അവിടെ ദൈവത്തിൻ്റെ ആഗ്രഹം, ഇസ്രായേൽ മക്കളും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ദൈവം മോശയോട് പറയുക, ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹം, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക, എന്ന കൽപ്പനകളൊക്കെ നിങ്ങൾ ആചരിക്കുക. ആ ഒരു കാര്യമാണ് ദൈവം അവരിൽ നിന്നും ആഗ്രഹിച്ചത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ സ്നേഹം, അവരുടെ അറ്റൻഷൻ, അതായിരുന്നു ദൈവം ആഗ്രഹിച്ചതെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന് അത് വേണം എന്നുള്ള ഒരു കാര്യം ദൈവം മോശയോട് പറയുന്നു. അത് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞപ്പോൾ അവരും സമ്മതിച്ചു. ഓക്കെ, ഞങ്ങൾ ദൈവം പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കുക, ഈ ദൈവം പറയുന്ന കൽപ്പനകളൊക്കെ ഞങ്ങൾ ആചരിക്കുക എന്നുള്ളൊരു പ്രോമിസ് ആ ജനവും അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം പറയാം, നിങ്ങളതിന് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിങ്ങളെ ഒരു വിശുദ്ധ ജാതിയാക്കി മാറ്റും, പുരോഹിത വർഗമാക്കി മാറ്റും എന്ന് വലിയൊരു പ്രോമിസും കൂടെ ദൈവം അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഈ സെയിം കാര്യം തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിക്കുക, അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾക്കും ആ ഒരു ലെവലിലേക്ക് എത്തുവാനായിട്ട് നമ്മളെയും സഹായിക്കട്ടെ. മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം ആഗ്രഹിച്ചത് ദൈവത്തെ മനുഷ്യൻ ആരാധിക്കണമെന്നുള്ള കാര്യമാണ്. അതായിരുന്നു ദൈവം ശരിക്കും അവരിൽ നിന്ന് ആഗ്രഹിച്ചത്. നമ്മളിൽ നിന്നും ദൈവം ആ സെയിം കാര്യം തന്നെ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം, ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, നമ്മളത് അനുസരിക്കണം, ദൈവത്തെ വിശ്വസിക്കണം, അതുപോലെ ദൈവത്തെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വർഷിപ്പ് ചെയ്യണം. ആ ഒരു കാര്യമാണ് ദൈവം നമ്മളിൽ നിന്നും മെയിനായിട്ടും ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കും. അങ്ങനെ ഒടുവിൽ നമ്മൾ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷനാകുന്നതിനായിട്ടുള്ള കാര്യത്തെപ്പറ്റി ദൈവം മോശയോട് പറയുകയാണ്. സീനായി മലമുകളിൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പം മോശയ്ക്ക് ആദ്യം പറഞ്ഞ മോശ മാത്രമേ ആ മലയിലേക്ക് കയറാവൂ, അല്ലാതെ ആ മലയിലേക്ക് കാൽ കുത്തുന്ന ആരെങ്കിലും കാൽ കുത്തി, മനുഷ്യനും മൃഗമായാലും അത് ചത്തുപോകും എന്നുള്ളൊരു കാര്യം ആണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഡിസോബേ ചെയ്യുന്ന ഒരു കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കാര്യമൊക്കെ ദൈവമാണ് പല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ആ സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ദൈവമായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരുന്ന മോശയ്ക്ക് മാത്രമേ, ബാക്കി ആർക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നേരിട്ട് കയറി ചെല്ലുവാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ആ സമയത്ത്. അതായിരുന്നു അവിടെ സംഭവിച്ചത്. ദൈവം ആ സീനായി മലമുകളിലുണ്ട്. അപ്പോൾ മോശയ്ക്കും പിന്നീട് അഹ്റോനും, അവർക്ക് രണ്ടുപേർക്കും മാത്രമേ ആ മല കയറുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് ആ സമയത്ത് അതിനുള്ള അവസരം ലഭിച്ചിട്ടുള്ളൂ. ദൈവം എന്തെങ്കിലും ഇസ്രായേൽ മക്കളോട് പറയണമെങ്കിൽ കൂടി ദൈവം അത് മോശയോട് പറയും, മോശ അത് മറ്റുള്ളവരോട് പറയും. അങ്ങനെയായിരുന്നു. അപ്പോൾ ദൈവത്തിന് ഡയറക്റ്റായിട്ടൊരു ആക്സസ് ഉണ്ടായിരുന്നത് മോശയ്ക്ക് മാത്രമേ. ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് ആ മലയിലുള്ളപ്പോൾ അവർക്ക് മലയിൽ കാൽ കുത്താൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ കാര്യം നോക്കും, കർത്തവ്യശുദ്ധ നമ്മൾ വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡയറക്റ്റ് ആക്സസ് ആണ് നമുക്ക് ദൈവമായിട്ടുള്ളത്. നമ്മൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ ഇടയ്ക്ക് വേറൊരു നിൽക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടാകുന്നില്ല. നമ്മൾക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ, ദൈവത്തോട് സമയം ചെലവഴിക്കാൻ പറ്റും. ആ ഒരു ഫ്രീഡമാണ് നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയാണ് നമ്മളുടെ ഈ തലമുറ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവരെക്കാളും അവർക്ക് ഭയത്തോടെയും വിറയലോടെയും അവർ ദൈവത്തിൻ്റെ പ്രസൻസിലേക്ക് കയറാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഭയത്തോടെ അവർ കയറാൻ പറ്റാതെ അവിടെ ഇരിക്കുമ്പോൾ, പേടിയോടെ ആ ഒരു കാര്യത്തെ നോക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട്, അവർക്ക് ഒരു പേടിയും വരാതെ, പേടിക്കുകയും ചെയ്യാം, ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് എപ്പോൾ ചെല്ലാൻ പറ്റും. ആ ഒരു ആക്സസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിന്തകൾ നമ്മൾ ഓർക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്ര നേരം നമ്മൾ ചിന്തിച്ച് നോക്കാം, നമ്മൾ എന്ത് അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ചിന്തകൾ നമ്മൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്, കൂടുതൽ ദൈവത്തെ അനുസരിക്കുവാനായിട്ടും, ദൈവം പറയുന്ന കൽപ്പനകളൊക്കെ പ്രമാണിക്കുവാനായിട്ടും നമ്മളെയും ഇടാക്കട്ടെ. എന്നിട്ട് നമ്മൾ ഒരുക്കുവാനായിട്ട് ഇന്നത്തെ ഈ ചിന്ത സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം പറയട്ടെ.